പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതം നമുക്ക് ദാനം ചെയ്തതോർത്ത് ഇതുവരെ ആയുസ്സിൽ കാണാത്തൊരു പുത്തൻ പ്രഭാതം, പുതിയ പുലരി കാണുവാൻ ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തിൻ്റെ നല്ല കൃപയ്ക്കായി, കർത്താവിൻ്റെ എല്ലാ ദാനങ്ങൾക്കും നന്മകൾക്കും, കർത്താവ് നമ്മളെ വഴി നടത്തുന്ന സ്നേഹത്തിനുമായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, അർഹതയില്ലാത്തിടത്ത് അർഹനാക്കി തീർത്ത, യോഗ്യനാക്കി തീർത്ത, യോഗ്യതയുള്ളവരാക്കി തീർത്ത ദൈവകൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വേദവചന ധ്യാനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കുവാൻ വാക്യം വായിക്കുന്നു. 2 Corinthians chapter 5:7, 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത് വാക്യം. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ലേഖനത്തിൻ്റെ ഏറ്റവും പ്രാധാന്യതയുള്ള ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. കൊരിന്ത്യർക്ക് എഴുതുന്ന ലേഖനത്തിലെ വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ, അതായത് സഭ കാലഘട്ടത്തിൽ പൗലോസ് അപ്പോസ്തലൻ്റെ നടപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തെക്കുറിച്ചുള്ള ചെറിയ ഒരൊറ്റ വാക്കിൽ വിശ്വാസ ജീവിതം എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു വിവരണമാണ്. അതിൻ്റെ ഒരു ഒറ്റ വാക്കി പറയാൻ പറഞ്ഞാൽ അതാണ് പറയുന്നത് കേട്ടത്. ആ ഒറ്റ വാക്കി പറയുന്നതാണ്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഈ കാഴ്ചയാലുള്ള നടപ്പും വിശ്വാസത്താലുള്ള നടപ്പും വ്യത്യസ്തമാണ്. കാഴ്ച പറയുന്നത് ഫിസിക്കൽ നേത്രങ്ങൾ, ഫിസിക്കലായിട്ടുള്ള കണ്ണുകൾ പറയുന്നത്, അതാണ് കാഴ്ച പറയുന്നത്. അത് സാഹചര്യം പറയും, അതൊരുപക്ഷെ ശരിയായിരിക്കും. എന്നാൽ വിശ്വാസം പറയുന്നത് അകക്കണ്ണ്, ഹൃദയദൃഷ്ടിയാണ് വിശ്വാസം പറയുന്നത്. അതാ വ്യത്യാസം. കാഴ്ച പറയുന്നത് ഇവിടുത്തെ സാഹചര്യമാണ്. കാഴ്ച പറയുന്നത് റിപ്പോർട്ടുകളാണ്. കാഴ്ച പറയുന്നത് ശാസ്ത്രമാണ്. ഒരുപക്ഷെ മെഡിക്കൽ ശാസ്ത്രമോ പ്രകൃതി ശാസ്ത്രമോ ഇന്ന് കാണുന്ന ലോകമോ ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ സംസ്കാരവുമാണ് കാഴ്ച പറയുന്നത്. എന്നാൽ വിശ്വാസം പറയുന്നത് അതിനെല്ലാം അപ്പുറമായിട്ട് ഒന്നു മാത്രമാണ് പറയുന്നത്. അത് വിശ്വാസം. അത് സ്വർഗീയ വരദാനത്തെക്കുറിച്ചും സ്വർഗീയനെക്കുറിച്ചും വിശ്വാസത്തിൻ്റെ മറുപടിയെക്കുറിച്ചുമാണ് പറയുന്നത്. ലേഖനം 11-ാം അധ്യായത്തിലെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിന്റെ അടുക്കിലേക്ക് വരെ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം തരുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ദൈവത്തെ വിശ്വസിക്കുന്നവന് ദൈവം പ്രതിഫലം നൽകുന്നു. അതാ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും നടക്കുന്നത്. 1-2 ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന്, പുസ്തകത്തിൽ നിന്ന് എടുത്താൽ, ഒന്നാമത് ഒരു 12 പേരെ ഉറ്റുനോക്കാൻ, സ്പൈ വർക്ക് നടത്താൻ, അതാ വാക്ക്. ഈ മോശ കനാൻ നാട്ടിലേക്ക് അയച്ചു. ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ നാട് ഈ മോശയ്ക്ക്, ഈ ജനത്തിന് കിട്ടും എന്നുറപ്പുള്ളത് കൊണ്ട് അതൊന്ന് ഒറ്റുനോക്കുവാൻ വേണ്ടി കനാൻ നാട്ടിലേക്ക് മോശ ഒരു 12 പേരെ അയക്കുന്നു. അവർ വന്ന് കൊടുക്കുന്ന റിപ്പോർട്ടുകളുടെ പേരാ കാഴ്ച എന്ന് പറയുന്നത്. വാക്തത്വം ഒരു സൈഡിലിരിക്കുന്നു, പക്ഷേ ഈ 12 പേരുടെയും കാഴ്ച, അവർ പോയി കണ്ട ദേശം അതേ പാലും തേനും ഒഴുകുന്ന ദേശം. ദേശം ഫലവൃഷ്ടമായിരിക്കുന്നു. ഒരു മുന്തിരിക്കൊല കമ്പിൽ കെട്ടി 2 പേർക്ക് എടുക്കാൻ പാകത്തിന്, അത് അത്ര വലിപ്പമുണ്ട് ആ മുന്തിരിക്കൊലയ്ക്ക്. ഒരു മാതളനാരകം തലയിൽ വെച്ച്, ഒരു മാതളപ്പഴം തലയിൽ വെച്ച് കൊണ്ടുവരാൻ പാകത്തിന് അത്ര വലിപ്പമുണ്ട് ഒരു മാതളപ്പഴത്തിന്. ഇനി അവർ കണ്ടു നടന്ന ദേശത്തെക്കുറിച്ച് പറഞ്ഞു, ഈ ദേശം സത്യമായും പാലും തേനും ഒഴുകുന്ന ദേശം, ഫലഭൂഷ്ടമായ ദേശം. ആ ഫലങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. കാഴ്ച പറഞ്ഞു ദേശം ഫലഭൂഷ്ടമാണ്. കാഴ്ച പറഞ്ഞു ദേശം പാലും തേനും ഒഴുകുന്ന. കാഴ്ച പറഞ്ഞു ദേശം അതേ ഈ ഫലഭൂഷ്ടമായ ദേശമാണ്. പിന്നെയും റിപ്പോർട്ട് താഴോട്ട് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കണ്ടത് വേറെ 2 പേരെ കണ്ടു. അവരുടെ പേര് അമാലേക്ക് മല്ലന്മാര്, ഇംഗ്ലീഷിൽ ജൈന്റ് ധരിക്കുന്നത്, രാക്ഷസന്മാരെ കണ്ടു. അവർക്ക് മുമ്പേ കാഴ്ച പറഞ്ഞു അവര് രാക്ഷസന്മാരാണ്. കാഴ്ച പറഞ്ഞു അവർ അമാലേക്ക് മല്ലന്മാരാണ്. കാഴ്ച പറഞ്ഞതിൽ വ്യത്യാസമില്ല. ആ കാഴ്ച എന്നിട്ട് ആ അമാലേക്ക് മല്ലന്മാരെ നോക്കിയിട്ട് ഞങ്ങളെ ഒന്ന് നോക്കി. ഞങ്ങളെ നോക്കിയപ്പോ ഞങ്ങളോട് ആ കാഴ്ച ഞങ്ങളെ തന്നെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ വെട്ടിക്കിളികളെ പോലെ. അപ്പോൾ അമാലേക്ക് മല്ലന്മാരും ഞങ്ങള് വെട്ടിക്കിളികളെ പോലെ തോന്നിയെന്ന് കാഴ്ച പറഞ്ഞു. അതുകൊണ്ട് തീർന്നില്ല, ഞങ്ങൾ ഭയങ്കരമായി എരിഹോ കോട്ടകൾ കണ്ടു അവിടെ.
ഏത് കാഴ്ച പറഞ്ഞിട്ട് കാഴ്ചയുടെ ഒടുക്കത്തിൽ ഒരു റിപ്പോർട്ട് എഴുതിയുണ്ടാക്കി, അതായത് നിഗമനം എന്ന് പറയത്തില്ലേ, ഒരു പ്രൂഫ്, നിഗമനത്തിൽ എത്തിച്ചേർന്നു. ആ നിഗമനം പറഞ്ഞു, കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ദേശം ഫലപുഷ്ടമാണ്, പാലും തേനും ഒഴുകുന്നതാണ്, ദേശത്തിലെ ഫലങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുമുണ്ട്. കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അമാലേക്ക് മല്ലന്മാരും വെട്ടിക്കിളികളും കോട്ടകളുമുള്ള ദേശം പിടിച്ചടക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഇതാണ് കാഴ്ച. ഇതാണ് കാഴ്ച പറഞ്ഞത്. ഇത്രയുമാണ്, ദേശം പിടിച്ചടക്കുവാൻ നമുക്ക് കഴിയുകയില്ല. കാഴ്ച പറയുന്നു ദേശം പിടിച്ചടക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ആ പോയ 10 പേരുടെ റിപ്പോർട്ടിന്റെ അടിത്തട്ടിൽ നിഗമനം മാത്രം മാറ്റി യോശുവയും കാലേബും എഴുതി. ബാക്കി കാഴ്ച പറഞ്ഞു ഒന്നിനും വ്യത്യാസമില്ല. ദേശം ഫലപുഷ്ടമാണ്, പാലും തേനും ഒഴുകുന്നു, അമാലേക്ക് മല്ലന്മാരെ കണ്ടു, വെട്ടിക്കിളികളെ പോലെ തോന്നി, അതിനൊന്നും വ്യത്യാസം പറഞ്ഞില്ല. കോട്ടകൾ കണ്ടു. പിന്നെ അവസാനത്തെ നിഗമനത്തിലൊരു ചെറിയ വ്യത്യാസം. ആ നിഗമനത്തിൽ ഇങ്ങനെ പറഞ്ഞു, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ, ദൈവം നമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ ദേശം നമ്മൾ പിടിച്ചടക്കുക തന്നെ ചെയ്യും. ആ ഒരു കോൺഫിഡൻസ് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ യോശുവ പറയും, കാഴ്ച പറഞ്ഞതിനെ ഞാനങ്ങ് മാറ്റി, എന്നിട്ട് വിശ്വാസം പറഞ്ഞതിനെ ഞങ്ങൾ ഏറ്റെടുത്തു. ഒന്നുകൂടെ പറഞ്ഞാൽ, എല്ലാം ഞങ്ങൾ ഫിസിക്കൽ കണ്ണുകൊണ്ട്, പുറമേ ഉള്ള കണ്ണുകൊണ്ട് കണ്ടപ്പോൾ ഞാനത് എൻ്റെ ഹൃദയ ദൃഷ്ടി കൊണ്ട് ഒന്നുകൂടെ നോക്കി. ഹൃദയ ദൃഷ്ടി കൊണ്ട് നോക്കിയപ്പോൾ ഞാൻ കണ്ടത്, ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു, നിങ്ങൾ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം നിങ്ങളുടെ അവകാശമായി, അത് നിങ്ങളുടെ അബ്രഹാമിന്, നിങ്ങളുടെ പിതാവായ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തിരുന്ന ദേശം അവകാശമായി നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. ഹൃദയ ദൃഷ്ടി കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ആ വാഗ്ദത്തങ്ങളെ റിസീവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ദേശം അവകാശമാക്കും. കാരണം കാഴ്ച പറഞ്ഞ് കിട്ടുകയില്ലെന്ന്. പക്ഷേ അകങ്കണ്ണ്, ഹൃദയ ദൃഷ്ടി, വിശ്വാസം പറഞ്ഞു ദേശം അവകാശമാക്കും. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണെന്ന്. വചനം ഇങ്ങനെ പറയുന്നില്ലേ, ദൈവത്തിന്റെ വാഗ്ദത്തം അത് ഒന്നുപോലും ഇല്ലാതെ എല്ലാം ഇസ്രായേൽ ജനത്തിന് വേണ്ടി നിവർത്തിയായി. കാഴ്ച പറയുന്നത് സാഹചര്യമാ, കാഴ്ച പറയുന്നത് പ്രകൃതി പറയുന്ന, കാഴ്ച പറയുന്നത് ചുറ്റുപാടുകളാ. എന്നാൽ വിശ്വാസം പറയുന്നത് ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ ദൈവത്തിന്റെ വാക്കുകളാണ്, ദൈവത്തിന്റെ പ്രോമിസ് ആണ്. കുഞ്ഞെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ 2 വസ്തുതകൾ നീ കേൾക്കും. ഒന്ന് കാഴ്ച പറയും, 2 വിശ്വാസം പറയും. കാഴ്ച പറയും സാഹചര്യം, എന്നാൽ വിശ്വാസം പറയും വാഗ്ദത്തം. കാഴ്ചയിലാണോ നീ നടക്കുന്നത്, സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെടും. കാഴ്ചയിലാണോ നടക്കുന്നത്, കൂരിരുളിന്റെ താഴ്വര കണ്ട് പേടിക്കും. കാഴ്ചയിലാണോ നടക്കുന്നത്, അമാലേക്ക് മല്ലന്മാരെ കണ്ട് ഭയപ്പെടും. പക്ഷെ വിശ്വാസത്തിലാണോ നടക്കുന്നത്, കൂരിരുൾ താഴ്വരയിൽ അവൻ എന്നോട് കൂടെയുണ്ടെന്ന് പറയും. വിശ്വാസത്തിലാണോ നടക്കുന്നത്, അമാലേക്ക് മല്ലന്മാരും കോട്ടയും ഒക്കെ കണ്ടെങ്കിലും ദൈവം എൻ്റെ കൂടെയുള്ളത് കൊണ്ട് ഞാൻ അവകാശമാക്കുമെന്ന് പറയും. കാഴ്ച പറയും ഗോലിയാത്ത് നിൽക്കുന്നു എന്ന്. കാഴ്ച പറയും ഗോലിയാത്തിന്റെ കയ്യിലെ കുന്തം പടപ്പ് തണ്ട് പോലെ. കാഴ്ച പറയും ഗോലിയാത്തിനെ കീഴടക്കാൻ കഴിയുകയില്ലെന്ന്. പക്ഷെ വിശ്വാസം പറയും, അകക്കണ്ണ് പറയും, ഹൃദയദൃഷ്ടി പ്രകാശിച്ചോ പറയും, അതെ നീ നിൽക്കുന്നത് നിന്റെ ആയുധത്തിന്റെ ബലത്തില, പക്ഷെ ഞാൻ വരുന്നതോ നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തില. കാഴ്ച പറയുന്നതിനെ കീഴടക്കുന്ന ഹൃദയദൃഷ്ടി. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ കാഴ്ചയും ചുറ്റുപാടും സാഹചര്യവും ഒന്ന് മാറ്റിവെച്ചിട്ട് നീ പറ, വിശ്വാസം പറയട്ടെ. കാഴ്ച പറയും രേഖ വിരോധമാണെന്ന്. കാഴ്ച പറയും അതെ നിനക്കെതിരെ രാജ്യവും രാജാക്കന്മാരും പ്രഭുക്കന്മാരും വിരോധമാണെന്ന്. കാഴ്ച പറയും സിംഹങ്ങൾ വാ പിളർന്ന് നിൽക്കുന്നെന്ന്. കാഴ്ച പറയും സിംഹഗർജനം കേൾക്കുന്നു, നീ തീരാൻ പോവുകയാണെന്ന്. എന്നാൽ വിശ്വാസം പറയും ഈ കുണ്ടറയിലും ഞാനൊരു ഈ രാജ്യത്ത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ദൈവത്തിന്റെ മുമ്പാകെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ സേവിക്കുന്ന എന്റെ ദൈവത്തിന്റെ ദൂതൻ വന്ന് വായടച്ചു കളഞ്ഞു. ഇത് വിശ്വാസം പറയുന്നതാ. ഹല്ലേലൂയ. കാഴ്ച മാറ്റിയിട്ട് ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് വിശ്വാസം ഒന്ന് പറയട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ആ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിലെ ഈ സന്ദേശം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം പ്രഖ്യാപിക്കട്ടെ, വിശ്വാസത്താൽ നിറയട്ടെ. അകത്തെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആ ക്ഷീണത നിറഞ്ഞ് വിശ്വാസത്താൽ ഉറക്കട്ടെ. ഹല്ലേലൂയ.
കർത്താവ് ഇത് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം പ്രഖ്യാപിക്കട്ടെ. ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. യഹോവ കൂടിയിരിക്കും. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാ മാനവമഹത്വത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചെറുകടിയിൽ മറക്കപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.